ജനാധിപത്യ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സൈക്കോപാത്തിന്റെ ലൈംഗിക വൈകൃതം പുറത്തു വന്നിട്ട് ദിവസങ്ങൾ പിന്നിടും. സൈക്കോപാത്തിന് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചൊഴിയേണ്ടി വന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇനി ആര് എന്ന ചോദ്യം സജീവമായി. ചർച്ചകളെല്ലാം വഴിമുട്ടുമ്പോൾ അധ്യക്ഷ സ്ഥാനമോഹികളുടെ തർക്കം രൂക്ഷമായി. കൂടുതൽ ആളുകൾ അവകാശവാദവുമായി രംഗത്തെത്തി. അബിൻ വർക്കിയെ ഒഴിവാക്കിയാൽ പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് മുന്നറിയിപ്പ് വന്നു. ഇപ്പോഴേ തകർന്ന സംഘടനയ്ക്ക് ഒരു പൊട്ടിത്തെറി ഇനിയും താങ്ങാനാവില്ലല്ലോ. KM അഭിജിത്ത്, JS അഖിൽ എന്നിവർക്കായും ചരടുവലി തുടരുകയാണ്. ഒരു വർഷം കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നതിനാൽ അബിൻ വർക്കിക്ക് താൽക്കാലിക ചുമതല നൽകി തടിയൂരാനും സാധ്യതയുണ്ട്. കേരളം കണ്ട വലിയ സൈക്കോപാത്തായ മുൻ അധ്യക്ഷന്റെ ചെയ്തിയിൽ നിൽക്കക്കള്ളിയില്ലാതായ സംഘടനാ വനിതകളെ തലപ്പത്ത് എത്തിച്ച് പിടിച്ചു നിൽക്കാനും ശ്രമിക്കുന്നു. എന്നാൽ രാഹുൽ രാജിവെക്കണമെന്ന് പറഞ്ഞ് ഉമാ തോമസിനെതിരെയും ബിന്ദു കൃഷ്ണക്കെതിരെയും മറ്റ് വനിതാ നേതാക്കൾക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായ ആക്രമണം നടത്തിയ രാഹുൽ, ഷാഫി, സതീശൻ ത്രയത്തിന്റെ ക്രിമിനലുകൾക്ക് മുന്നിൽ ഈ വനിതാ നേതാക്കളും എത്രമാത്രം സുരക്ഷിതരായിരിക്കും? തലപ്പത്തേക്ക് ആര് വന്നാലും ഉയരുന്ന ഗൗരവതരമായ ചില ചോദ്യങ്ങളുണ്ട്. മുണ്ടക്കൈ, ചൂരൽമല ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പിരിച്ച കോടികളുടെ വാഗ്ദാനം ചെയ്യപ്പെട്ട 30 വീടുകളുടെ ഉത്തരവാദിത്തം ഇനി ആർക്ക്? അക്കൗണ്ടിൽ ബാക്കിയുണ്ടെന്ന് പറയുന്ന 88 ലക്ഷം ഇപ്പോഴും ആ അക്കൗണ്ടിലുണ്ടോ?